മറ്റൊരു മണ്ഡലം രണ്ട് കൂട്ടരും ഒരുപോലെ സാധ്യതയിലിട്ടിരിക്കുന്ന ഒരു മണ്ഡലം തിരുവല്ലയാണ്. തിരുവല്ലയെ സംബന്ധിച്ച് മാത്യു ടി തോമസിൻ്റെ ഒരു വലിയ കുത്തകയായിരുന്നു. അവിടെ മാത്യു ടി തോമസിന് അവിടെ വലിയ വിജയം, മാവൻ മത്തായിയുടെ വിജയം, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ എലിസബത്ത് മാവൻ മത്തായി വിജയിക്കുന്നു. അതിനുശേഷം വരുന്ന 2006 മുതൽ മാത്യു ടി തോമസ് തുടർച്ചയായി വിജയിച്ചുകൊണ്ട് 2006 8,922, 2011 11,737, 2016 8,262, 2021 11,421 വോട്ട് അടക്കം. ഏറ്റവും അവസാന നിമിഷം മാത്യു ടി തോമസിനെതിരെ കെ കൃഷ്ണൻകുട്ടിയുടെ ഒരു ശബ്ദരേഖ വരുന്നു. ശബ്ദരേഖ വ്യാജമാണ് എന്ന് പറയുന്നു. എന്തായാലും അങ്ങനെ ഇതുവരെയും അങ്ങനെ ഒരു അഴിമതിയുടെ കറ എവിടെയും പുരണ്ടിട്ടുള്ള ഒരാളല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു അഴിമതി നടത്തുമെന്ന് ജനമടക്കം വിശ്വസിക്കുന്ന ഒരാളല്ല മാത്യു ടി തോമസ്. അങ്ങനെ ഒരു പ്രതിച്ഛായയുണ്ട്. പക്ഷേ അദ്ദേഹം കഴിഞ്ഞ കുറേ കാലമായി കാര്യമായ ഒരു ഇടപെടൽ നടത്തുന്നില്ല എന്നൊരു ആക്ഷേപം കൂടി മറുപക്ഷത്തിനുണ്ട്. എന്തായാലും ഇത്തവണ ആ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് വർഗീസ് മാമൻ നിൽക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് അവിടെ ഈ അനൂപ് ആന്റണിയുടെ പ്രവേശവും. അനൂപ് ആന്റണിയുടെ പ്രവേശം കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. ഈ 2016 31,439 വോട്ടും കാളിദാസ ഭട്ടതിരിയും അക്കിരമൺ കാളിദാസ ഭട്ടതിരി മത്സരിച്ചപ്പോഴാണ് ഈ 31,439 വോട്ട് അവിടെ കിട്ടിയത്. അശോകൻ കുട്ടള അതിനുശേഷം മത്സരിക്കുമ്പോൾ 2021 ആകുമ്പോഴേ 23,674. ഈ രണ്ട് ആറന്മുളയുടെ ആയാലും തിരുവല്ലയായാലും പ്രത്യേകത BJPക്ക് 2016 ഉണ്ടായ ഒരു നേട്ടം 2021 രണ്ട് സ്ഥലത്തും ഉണ്ടാകുന്നില്ല. പക്ഷേ അനൂപ് ആന്റണി ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി അവിടെ വരുന്നു. ആ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി അവിടെ വരികയും അനൂപ് ആന്റണിക്ക് പ്രധാനമന്ത്രി നൽകിയ പിന്തുണയൊക്കെ വെച്ച് അവരും ഒരു പ്രതീക്ഷ വെക്കുന്നു. അവിടെ എങ്ങനെയാണ് ഈ കാൽക്കുലേഷൻ? UDF എന്തുകൊണ്ടാണ് അവിടെ ഇത്ര ഉറച്ച രീതിയിൽ അവിടെ പിടിച്ചെടുക്കാൻ കഴിയും എന്നൊക്കെ പ്രതീക്ഷിക്കുന്നത്? കിരൺ, ഈ ആറന്മുള നിയോജക മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിങ്ങിന് പോയതാണ്. ആ ഘട്ടത്തിൽ പ്രാദേശികമായ നിരവധി വികസന പ്രവർത്തനങ്ങൾ വളരെ കാര്യമായി ചർച്ച ചെയ്യുന്നു. UDF ആരോപണം ഉന്നയിക്കുന്നു, ഇടതുമുന്നണി മറുപടി പറയുന്നു. തിരുവല്ല ബൈപ്പാസ് ഉൾപ്പെടെ ഒരുപാട് വിഷയങ്ങളിൽ അങ്ങനെ ചില പ്രാദേശിക ചർച്ച. ആറന്മുള എന്നാണ് പറഞ്ഞത്, തിരുവല്ല ആണ് ഉദ്ദേശിച്ചത്. പറഞ്ഞോളൂ. ക്ഷമിക്കണം, തിരുവല്ല അത്തരത്തിൽ തിരുവല്ല ബൈപ്പാസ് ഉൾപ്പെടെയുള്ളവ പ്രാദേശികമായി ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. അതായത് അവിടെ സംവിധായകൻ ബ്ലസ്സിയെ പോലെ ഉള്ള ഒരാൾ ഇവിടെ ഒരു മാറ്റം ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് ഫലത്തിൽ UDF കാൻഡിഡേറ്റിന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. അത് പ്രാദേശികമായി വലിയ ചർച്ച ചെയ്യപ്പെട്ടു. അവിടെയാണ് ഒരു ബോംബ് വീഴുന്ന പോലെ അനൂപ് ആന്റണി എന്ന സ്ഥാനാർത്ഥിത്വവും അദ്ദേഹത്തെ പ്രധാനമന്ത്രി വളരെ കാര്യമായി പ്രശംസിക്കുകയൊക്കെ ചെയ്തത്. രണ്ട് വൈദികരുടെ മക്കളാണ് ഈ വർഗീസ് മാമനും മാത്യു ടി തോമസും. അതൊരു പ്രധാനപ്പെട്ട ഘടകം. ഈ മലങ്കര കത്തോലിക്ക സഭയ്ക്ക് കാര്യമായ സ്വാധീനമുള്ള ഒരു സ്ഥലം കൂടിയാണ് തിരുവല്ല. മർത്തോമ സഭയ്ക്ക് ഉള്ളതുപോലെ തന്നെ മലങ്കര കത്തോലിക്ക സഭയ്ക്കും പെന്തക്കോസ്ത് സഭയ്ക്കും ഒക്കെ സ്വാധീനമുള്ള സ്ഥലമാണ്. അവിടെയാണ് മലങ്കര കത്തോലിക്ക സഭയിൽ നിന്നുള്ള ഒരു അംഗം എന്ന നിലയിൽ അനൂപ് ആന്റണി ആ സഭയിലെ വോട്ടുകൾ കൂടി പരമാവധി ശേഖരിക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെ പ്രധാനമായിട്ടുള്ളത് ഈ പ്രാദേശികമായി ഏതാണ്ട് 20 വർഷമായി മാത്യു ടി തോമസ് അതുകൊണ്ടൊന്ന് മാറണം എന്നൊരു വികാരം UDF കാര്യമായി പ്രചരിപ്പിച്ചിട്ടുണ്ട്. അത് താഴെ തട്ടിൽ അത് ചർച്ചയായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ തെരഞ്ഞെടുപ്പ് ഈ പ്രചരണ രംഗത്തെത്തുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അവിടെ ഈ ആറന്മുളയെ നമ്മൾ UDF വോട്ടുകളാണ് ഈ BJP പിടിച്ചതെങ്കിൽ തിരുവല്ലയിലേക്ക് എത്തുമ്പോൾ ഈ മാത്യു ടി തോമസിന് ലഭിച്ചിരുന്ന പരമ്പരാഗത വോട്ടുകൾ, അത് CPM-ന്റെ ഒന്നും കടുത്ത വോട്ടുകളല്ല, അതിനപ്പുറത്തേക്ക് പല സഭാ വോട്ടുകളും ഇത്തവണ അനൂപ് ആന്റണി പിടിച്ചേക്കും എന്നൊരു കണക്കുകൂട്ടൽ കൂടിയുണ്ട്. അതായത് ആറന്മുളയുടെ കണക്കല്ല തിരുവല്ലയിൽ എത്തുമ്പോൾ എന്നുള്ള കണക്ക്. ഒരു കാര്യം ഉറപ്പാണ്, വളരെ സജീവമായ ഒരു യുവമുഖം എന്ന നിലയിൽ അനൂപ് ആന്റണി വളരെ കാര്യമായി മണ്ഡലത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് മാസങ്ങൾക്ക് മുമ്പേ പ്രവർത്തിച്ച ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ ഏതാണ്ട് 30,000 2016 അക്കിരമൺ പിടിച്ച വോട്ടിന് അപ്പുറത്തേക്ക് വളരെ കാര്യമായി മുന്നോട്ട് പോകാൻ അനൂപിന് കഴിഞ്ഞാൽ അത് ആരുടെ ജയത്തെ ബാധിക്കും എന്നതാണ് ചോദ്യം. അവിടെ LDF ക്യാമ്പ് ഒരൽപ്പം ആശങ്കയിലാണ്. UDF ക്യാമ്പ് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും സാധാരണ ഭരണവിരുദ്ധ വികാരത്തിന്റെ ഭാഗമായുള്ള UDF വോട്ടുകൾ കൂടി കുറച്ചെങ്കിലും അനൂപിലേക്ക് പോയാൽ അവിടെ ഒരുപക്ഷെ മാത്യു ടി തോമസ് സേഫ് ആകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. കിരൺ, ശ്രീത്തെ ഇനി നമുക്ക് പരിശോധിക്കേണ്ടത് കോന്നി മണ്ഡലമാണ്. കോന്നിയുടെ പ്രധാനപ്പെട്ട ഒരു കാരണം LDF ഉറപ്പിച്ചു പറയുന്നു, കോന്നി എന്ത് വന്നാലും LDF വിജയിക്കുമെന്ന് LDF ഉറപ്പിച്ച് പറയുന്നു. UDF-ഉം ഉറപ്പിച്ച് പറയുന്നുണ്ട് കോന്നി എന്ത് വന്നാലും വിജയിക്കുമെന്ന്. ഈ രണ്ടുപേരും ഒരുപോലെ വിജയസാധ്യത അവകാശപ്പെടുന്ന അല്ലെങ്കിൽ വിജയം കണക്കൂട്ടുന്ന രണ്ടുപേരും എങ്ങനെയൊക്കെ കണക്കൂട്ടിയിട്ട് നമ്മൾ രണ്ട് ഭാഗത്തെയും പ്രധാനപ്പെട്ട നേതാക്കളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവർ കണക്കുകൾ നിരത്തി തന്നെയാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് കോന്നിയിൽ വിജയിക്കുന്നതെന്നത് വളരെ കൃത്യമായി തന്നെ പറയുന്നു. അവിടെ KU ജനീഷ് കുമാർ എന്നുള്ള സ്ഥാനാർത്ഥി MLA നടത്തിയ പ്രവർത്തനങ്ങൾ അത് LDF-ന് ഗുണകരമായിരിക്കുമെന്ന് പറയുന്നു. സതീഷ് കൊച്ചുപറമ്പിലിനെ പോലെ ഒരാൾ വരുമ്പോൾ
അത് അടൂർ പ്രകാശിന് വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ്. അടൂർ പ്രകാശിൻ്റെ ബന്ധു കൂടിയാണ്. അവിടെ കോൺഗ്രസിൽ ഇത്തവണ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ 2 തവണയും കോൺഗ്രസിൽ വലിയ തർക്കങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം മാറിയെന്ന് കോൺഗ്രസ് അവകാശപ്പെടുന്നു. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ പഴയ പാരമ്പര്യത്തിൽ തന്നെ എങ്ങനെയാണോ അടൂർ പ്രകാശ് ജയിച്ചിരുന്നത് അതേ പാരമ്പര്യത്തിൽ തന്നെ ഇത്തവണ വിജയിക്കാൻ കഴിയും എന്ന് പറയുന്നു. ഈ 2 പേരുടെ അവകാശവാദങ്ങൾ പരിശോധിക്കുമ്പോൾ ആരുടെ അവകാശവാദത്തിനാണ് ഒരു മേൽക്കൈ ഉണ്ടാവാൻ സാധ്യതയുള്ളത്? കോന്നി കുറച്ചുകൂടി കൃത്യമാണ് എന്നാണ് കിരൺ തോന്നുന്നത്. ഈ അടൂർ പ്രകാശിന്റെ ബന്ധുവാണ് എന്ന് പറയുമ്പോഴും അടൂർ പ്രകാശിനോളം എത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അടൂർ പ്രകാശിന്റെ ഏറ്റവും അടുത്ത ശിഷ്യനായ റോബിൻ പീറ്ററെ അടൂർ പ്രകാശ് തന്നെ കളത്തിലിറങ്ങിയിട്ട് പോലും ആ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതായത് പരമ്പരാഗതമായി ഒരു ഇടത് മണ്ഡലമായി നിൽക്കുന്ന സ്ഥലമാണ് കോന്നി. അവിടെ അടൂർ പ്രകാശ് എന്ന ഒരുപക്ഷെ ഇലക്ഷൻ മജീഷ്യൻ എന്നൊക്കെ നമുക്ക് വിലയിരുത്താം. ഇപ്പുറത്ത് പോയി ആറ്റിങ്ങൽ പോയി ആ മണ്ഡലം പിരിച്ചു പിടിക്കുക, ഒരു മണ്ഡലം എങ്ങനെ പിടിക്കണമെന്ന് കൃത്യമായി അറിയാവുന്ന ആളാണ് അടൂർ പ്രകാശ്. അങ്ങനെയാണ് കോന്നി അടൂർ പ്രകാശ് കയ്യിൽ നിർത്തിയിരുന്നത്. അതിനപ്പുറത്തേക്ക് റോബിൻ പീറ്ററേക്കാൾ അതിശക്തനായ സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ മത്സരിക്കുന്നത് എന്ന് നമുക്ക് കരുതാൻ വയ്യ. പക്ഷേ സംസ്ഥാനത്തുടനീളം ഒരു ഇടത് വിരുദ്ധ തരംഗം ഉണ്ടായാൽ കോന്നിയും ഒരുപക്ഷെ ആടി ഉലയാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ജനീഷ് കുമാർ സജീവമായി അവിടെ നിറഞ്ഞു നിന്നിരുന്ന ആളാണ്. വികസന പ്രവർത്തനങ്ങളടക്കം പല പ്രവർത്തനങ്ങളും കാഴ്ചവെച്ച ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇത്ര കാലം അവിടെ നിൽക്കുന്ന ജനീഷ് കുമാറിനെ അട്ടിമറിക്കാൻ തക്കവണ്ണം പറ്റിയ ആളാണോ സതീഷ് കൊച്ചുപറമ്പിൽ എന്ന ചോദ്യം അവിടെ ഉയർന്നു വരികയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.